ഹായ്, ഹലോ, നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ശ്രീ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. കാലത്ത് ഞാൻ മക്കളെയും കൂട്ടി കാവിലോട്ട് വന്നതാണ് കേട്ടോ. വീട്ടിലോട്ട് ഞാൻ വരുമ്പോൾ പറഞ്ഞില്ലേ, ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്, ഒരു സ്പെഷ്യലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിൻ്റെ കാരണം ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും, പിറന്നാളിന് എന്താ ഇത്ര പ്രത്യേകത, ഇത് ആദ്യത്തെ പിറന്നാളൊന്നും അല്ലല്ലോ എന്ന്. ആദ്യത്തെ ആണോ ചോദിച്ചാൽ അല്ല, അല്ലേ എന്ന് ചോദിച്ചാൽ അതെ. വിവാഹശേഷം ഞാൻ ആദ്യമായിട്ടാട്ടോ എൻ്റെ വീട്ടിൽ പിറന്നാൾ സദ്യ ഉണ്ണുന്നത്. അപ്പോൾ ഈ വരവിനൊരു ഇരട്ടി മധുരമില്ലേ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത് കേട്ടോ. അങ്ങനെ കാവിലെ തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുട്ടികൾക്ക് ശിവലിംഗപ്പൂവ് കാണിച്ചു തരാ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതാണ് ശിവലിംഗപ്പൂവ്. നിങ്ങളുടെ നാട്ടിൽ ഈ പൂവുണ്ടോ? എന്താ അവിടെ ഈ പൂവിന് പറയുക? ശിവലിംഗപ്പൂവ് തന്നെയാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ കുറച്ച് നേരം പൂവൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നിട്ട് റിച്ചുവിനും ഋതുവിനും കുളത്തിലിറങ്ങണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ കുളത്തിലോട്ട് വന്നു. കുളത്തിൽ പോകണമെന്ന് പറയുന്നത് തന്നെ വെള്ളത്തിൽ കളിക്കാനാണ് കേട്ടോ. പക്ഷെ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല. താഴത്തെ സ്റ്റെപ്പിൽ അത്യാവശ്യം വഴുക്കലുണ്ട്. എങ്ങാനും കാല് വഴുതി വീണാൽ എനിക്ക് തന്നെയല്ലേ പണി. എനിക്കാണെങ്കിൽ നീന്തൽ പോലും അറിയില്ല. അതുകൊണ്ട് അത്തരം സാഹസികമായ ഒരു കളിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല കുട്ടികളായിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് തന്നെ കളിച്ചേട്ടോ. ശരി, ഇനി നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞപ്പോൾ മീനുകൾക്ക് ടാറ്റ കൊടുത്തിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ ഋതുമോള്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോന്നു. വീടെത്തിയപ്പോൾ അമ്മ നല്ല അടിപൊളി പിറന്നാൾ സദ്യ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്നത് എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. അമ്മ എനിക്കുള്ള ഇലയിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പിറന്നാളിന് ഇലയിടുന്നത്. വിളക്കത്ത് വിളമ്പും അതിനോട് ചേർന്ന് തന്നെ എനിക്കും അതേപോലെ ഇലയിട്ടിട്ടാണ് ആഹാരം വിളമ്പിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതാ അമ്മ എനിക്ക് അരിയും പൂവൊക്കെ ഇട്ട് തന്നെ. ഇതിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. കുഞ്ഞിലെ നമ്മൾ കലണ്ടർ നോക്കി കാത്തിരിക്കും അല്ലേ, പിറന്നാൾ എന്നാ വരുന്നത് എന്ന് നോക്കിയിട്ട്. പക്ഷേ ഇപ്പോഴൊക്കെ ഞാനും മറന്നുപോയി. ഇപ്പം അമ്മ വിളിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴാണ് എന്നാണല്ലേ എൻ്റെ പിറന്നാൾ വരെ ഞാൻ ആലോചിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ ദാനിയൻ ഒരു കേക്കും കൊണ്ട് വന്നിരിക്കണം. അതും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ കേക്കും കട്ട് ചെയ്തു. ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതാണ് അല്ലേ. അങ്ങനെ വരുന്ന നിമിഷങ്ങൾക്ക് ഇരട്ടി മധുരവും ആയിരിക്കില്ലേ. അതുപോലെയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ എൻ്റെ പിറന്നാൾ എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഇടയിൽ ഒരാളെയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, എൻ്റെ ഏട്ടനെ. ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. അച്ഛനും അമ്മയും അച്ഛനും അച്ഛമ്മയും അനിയനും വൈഫും പിന്നെ ഞങ്ങളും. ഇതാണ് കേട്ടോ കാട്ടുകുളത്തെ എൻ്റെ ഫാമിലി. അപ്പോൾ പുതിയ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. നിങ്ങൾ സ്നേഹവും സപ്പോർട്ടും ഇന്ന് ഞങ്ങളോടൊപ്പം വേണം. താങ്ക് യു.